ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ദേവാമൃതം. ഇന്ന് 1191 ധനുമാസം 14 തീയതി, അതായത് 2015 ഡിസംബർ മാസം 30. ഇന്ന് ബുധനാഴ്ചയാണ്, മകമാണ് നക്ഷത്രം. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ, നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുകയും സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതുമായിട്ടുള്ള നമുക്കൊക്കെ ഏറെ ആദരണീയനായ വ്യക്തിത്വം ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ കുടമാളൂർ ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് എത്രയും ബഹുമാനായ ശർമാജി അറിയുന്നതിന് തിരുവല്ലയിൽ നിന്നും മിസ്സസ് ജോർജ് എഴുതുന്നു. എൻ്റെ മകന് 29 വയസ്സായി. മകൻ്റെ വിദേശ ജോലിക്കും വിവാഹത്തിനും ശ്രമിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല. തടസ്സങ്ങൾ എന്തുകൊണ്ടാണ് എന്നറിയുവാനാണ് ഈ കത്തെഴുതുന്നത്. മകൻ ബിടെക് പാസ്സായി വിദേശത്ത് ഉപരിപഠനത്തിന് പോയെങ്കിലും അത് പാസ്സായില്ല. അതിനുശേഷം നാട്ടിൽ വന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് പാസ്സായ ശേഷം ഇപ്പോൾ ജോലി ചെയ്യുന്നു. വിദേശ ജോലിക്കായി ശ്രമിക്കുന്നു. ഒന്നുകൂടി മെച്ചപ്പെട്ട ജോലി വിദേശത്ത് ലഭിക്കുമോ അതോ നാട്ടിൽ ഇപ്പോഴുള്ള ജോലിയിൽ തുടരണമോ? മകന് ഒരു കാര്യത്തിലും ഉത്സാഹമില്ല. അത് സമയദോഷം കൊണ്ടാണോ? വിവാഹവും ശരിയായി വരുന്നില്ല. ഒരു ജ്യോത്സ്യനെ കണ്ടപ്പോൾ ഗൃഹനിലയിൽ 7ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നും 2 വിവാഹത്തിനുള്ള യോഗം കാണുന്നു എന്നും പറഞ്ഞു. ഇത് ശരിയാണോ? ഈ ഗ്രഹനിലയിൽ എന്തൊക്കെ യോഗങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നും ദോഷങ്ങൾക്കുള്ള പ്രതിവിധിയും ദയവായി നിർദ്ദേശിക്കുമല്ലോ. വിവാഹവും നല്ല ജോലിയും എന്നാണ് നടക്കുക? മനസ്സിനിണങ്ങിയ വിവാഹബന്ധം കിട്ടുമോ? വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു. മകൻ്റെ നക്ഷത്രവും ഗ്രഹനിലയും ഇതോടൊപ്പം അയക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജാതകനിലയിൽ 7ാം ഭാവത്തിലെ സൂര്യൻ, വ്യാഴം, ശുക്രൻ ഇങ്ങനെ 3 ഗ്രഹങ്ങളുള്ളത് കൊണ്ട്, അങ്ങനെ ഗ്രഹങ്ങളുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ലഗ്നാൽ 4ാം ഭാവത്തിൽ ചൊവ്വ, ശനി എന്നീ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് കൊണ്ടും 2 വിവാഹത്തിൻ്റെ സാധ്യതയുണ്ട്. ഡൈവോഴ്സ് ചെയ്തു പോകുകയോ അല്ലെങ്കിൽ രോഗങ്ങളാലോ അല്ല മറ്റേതെങ്കിലും തരത്തിൽ വേർപെട്ട് പോകുവാനോ വീണ്ടും ഒരു പുനർവിവാഹത്തിനുള്ള സാധ്യതകളും, അങ്ങനെ 2 വിവാഹയോഗം പൊതുവെ ഉണ്ട്. എങ്കിലും 7ാം ഭാവത്തിലെ 3 ഗ്രഹങ്ങൾ തമ്മിൽ മാത്സര്യം നിൽക്കുന്നതിനാൽ പൊതുവെ ഒരു അസംതൃപ്ത ദാമ്പത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തൊഴിൽപരമായി വിദേശ ജോലി നല്ലത് കിട്ടാനുള്ള യോഗം ജാതകനില ഉണ്ട്. അതും പ്രത്യേകിച്ച് ഒരു 8 മാസത്തിനകം തന്നെ ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. പരിശ്രമം നടത്തിക്കൊള്ളുക. സമയത്തിൻ്റെ ദോഷമല്ല കല്യാണത്തിന് വന്നിരിക്കുന്നത്. വിവാഹ യോഗം പൊതുവെ കുറവുള്ള ഒരു ജാതകമാണ്. അതായത് 4ൽ പാപഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് ബ്രഹ്മചര്യം, സന്യാസം, അച്ചംപട്ടം കെട്ടുക, അതുപോലെ തന്നെ വൈകി വിവാഹം നടക്കുക, 40-45 ആയിട്ട് വിവാഹം നടക്കുന്ന അപൂർവം ചില കാണാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഒന്നിലധികം വിവാഹ ബന്ധങ്ങൾ നടത്തുക, ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടുക, പെട്ടെന്ന് തന്നെ യോജിപ്പില്ലാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ജാതകനിലയിൽ വിശ്വസിക്കുന്നുണ്ട് 4ൽ ചൊവ്വയും ശനിയുമുള്ള ഏതെങ്കിലും സ്ത്രീ ജാതകങ്ങൾ കിട്ടുകയാണെങ്കിൽ അതും പ്രകാരം നോക്കി വിവാഹം നടത്തിയാൽ ഈ കുഴപ്പങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. അദ്ദേഹത്തിന് വിദേശത്ത് നല്ല ജോലി കിട്ടാനുള്ള യോഗമുണ്ട്. അത് 8 മാസത്തിനകം തന്നെ ജോലി കിട്ടും. അത് കമ്പനികൾ വീണ്ടും അവിടുത്തെ മാറിക്കൊണ്ടിരിക്കുക. എന്നിരുന്നാലും ഇതിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം കാണുന്നുണ്ട്. അതിപ്രധാനമായി മറ്റൊരു ദോഷമുള്ളത് ഇതിൽ ലഗ്നകാളസർപ്പം എന്ന ഒരു ദോഷമാണ്. ലഗ്നകാളസർപ്പം, ചന്ദ്രകാളസർപ്പം, ശുക്രകാളസർപ്പം, പൂർണ്ണകാളസർപ്പം, ചന്ദ്രകാളസർപ്പം, മുക്കാൽക്കാളസർപ്പം, കാൽക്കാളസർപ്പം എന്നൊക്കെ പറയുന്ന കാളസർപ്പങ്ങൾ ഏതാണ്ട് ഒരു 10-18 തരത്തിലുണ്ട്. അപ്പം ആയുസ്സിനും ആരോഗ്യത്തിലൊന്നും കുഴപ്പമില്ല. എന്നാലും വയറ്റിന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ, അസിഡിറ്റി, അതുപോലെ നടുവേദന, അതുപോലെ തന്നെ ഓപ്പറേഷൻ, 2 ഓപ്പറേഷനെങ്കിലും ഉദരസംബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വാഹനങ്ങൾ ഓടിക്കുകയും അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ട് വസ്തു ക്രയവിക്രയങ്ങൾ, വസ്തു വാങ്ങുക, ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അബദ്ധം, അമളി, വഞ്ചന, ചതി ഇത്യാദികളൊക്കെ തേടിയെത്തുമെന്നാണ്. വസ്തു ഇടപാടുകളിൽ, വാഹനം, വീട് വെപ്പ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുക. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രേമാഭ്യർത്ഥനകളൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ചാടി വിശ്വസിക്കരുത്.
കുടുംബക്കാരുമൊക്കെ ആയിട്ട് ആലോചിച്ച് കഴിയുമെങ്കിൽ കമ്പ്യൂട്ടറിലെങ്കിലുമൊക്കെ നോക്കി ലഗ്ന 4-ാം ഭാവത്തിൽ ചൊവ്വയും ശനിയും കൂടി ഉണ്ടെങ്കിൽ വലുതായിട്ടൊന്നും പേടിക്കണ്ട. ഈ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ക്ഷമാശക്തിയും കൂടി ഉണ്ടെങ്കിൽ ഈ ദോഷങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടുന്നതാണ്. ഞായറാഴ്ച ദിവസം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഗീവർഗീസിൻ്റെ ചർച്ചയിൽ എന്തെങ്കിലും നിങ്ങളുടെ ആചാരപ്രകാരമുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് എല്ലാ വർഷവും മുന്നോട്ട് പോവുക. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം വാസ്തുശാസ്ത്രവുമായി. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഇതേപോലെ വാട്ടർ ടാങ്ക് വന്നാൽ ആ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളുടെ വളർച്ചയെയും സ്ത്രീകളുടെ ആരോഗ്യത്തെയും കുടുംബത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അത് ദോഷപരമായി ബാധിക്കും. ദേവാമൃതം